ഹലോ എവ്രി വൺ, ഐ എം സൂര്യ. ഇന്നെൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ്. എൻഗേജ്മെൻറ്റിന് മേക്കപ്പ് ആയാലും ഹെയർ സ്റ്റൈലായാലും സാരി ആയിരുന്നു കോസ്റ്റ്യൂം, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഹെൽപ്പിന് എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. ആൻഡ് ഫേസ് മേക്കപ്പ് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ തന്നെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ ലെൻസാണ് വെക്കുന്നത്. ലെൻസ് വെക്കാൻ എൻ്റെ സിസ്റ്റർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഹേസൽ ബ്രൗൺ ലെൻസായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അധികം എടുത്ത് കാണിക്കാത്തൊരു ലെൻസായിരുന്നു. ആൻഡ് മാക്കിൻ്റെ ഫിക്സ് ആൻഡ് പ്രൈം ഞാനൊരു ടോണറായിട്ട് കൊടുത്തു. ദെൻ ഞാൻ PACയുടെ ഒരു വാട്ടർ ബേസ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. നിങ്ങളുടെ നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്രീം ബേസ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം ഞാൻ പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ എൻ്റെ ഫേസിൽ ഇച്ചിരി കറക്ഷൻസ് ഉണ്ടായിരുന്നു. ഒത്തിരി കറക്റ്റ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം തന്നെ ഐലിഡിലൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഐ മേക്കപ്പ് ആൻഡ് ഐബ്രോ ആണ് ആദ്യം ചെയ്യാറ്. അതിനുശേഷം ബ്രൈഡിനായാലും എനിക്കായാലും ഞാൻ ഫേസിലോട്ട് പോവാറുള്ളൂ. ഫസ്റ്റ് ഞാൻ ഐ മേക്കപ്പാണ് കൊടുക്കാറുള്ളത്. കാരണം നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ഷിമ്മറും ഗ്ലിറ്ററൊന്നും ഫേസിൽ വീഴാതിരിക്കാനാണ് കേട്ടോ. ഐബ്രോ ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര തിക്കായിട്ടും ഫ്രണ്ടിൽ നല്ല ഡാർക്ക് കളറിലൊന്നും കൊടുക്കാറില്ല. ഒരു ഭയങ്കര ബ്രൗൺ അല്ല, ഭയങ്കര ഡാർക്കും അല്ലാത്തൊരു കളർ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഒന്ന് നീറ്റാക്കി എടുക്കാറാണ് ഐബ്രോ ചെയ്യാറ്. നിങ്ങൾ ചെയ്യുമ്പോഴും ഐബ്രോ ചെയ്യുമ്പോൾ ഭയങ്കര ഓവറായിട്ട് തോന്നിക്കാത്ത രീതിയിൽ ബ്ലാക്ക് കളർ അധികം കൊടുക്കാതിരിക്കുക കേട്ടോ. പിന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ബ്രൈഡിൻ്റെ കൺസേണും കൂടി നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ചിലർക്ക് അത് അങ്ങനെയായിരിക്കും ഇഷ്ടം, അപ്പോൾ അതും കൂടി നോക്കുക കേട്ടോ. എന്നിട്ട് ഞാനൊരു ലൈറ്റർ കൺസീലർ എടുത്തിട്ട് ഐബ്രോയുടെ താഴെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഐബ്രോയുടെ താഴെയും അതുപോലെ ഐലിഡിലും കൊടുക്കുന്നുണ്ട്. ഐബ്രോയുടെ താഴെ കൊടുക്കുമ്പോൾ അത് നമുക്ക് ഐബ്രോ ഒന്ന് നന്നായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഐലിഡിൽ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു ഐ ഷാഡോ ബേസ് പോലെയാണ്. നമ്മൾ നല്ല കളേഴ്സ് ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, അത് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഐ ഷാഡോ ആയിട്ട് ഞാനൊരു ബ്രൗണിഷ് റെഡ് കളറാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എടുത്ത് കാണിക്കാതെ എനിക്കൊരു ന്യൂഡ് ഐ മേക്കപ്പ് ആയിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഷിമ്മറായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ഷിമ്മർ ഞാൻ എൻ്റെ വിരൽ വെച്ചിട്ട് തന്നെയാണ് അത് കൊടുക്കാറുള്ളത്. നിങ്ങൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ഷിമ്മറായാലും ഐ ഷാഡോ ആയാലും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് രണ്ട് കണ്ണിലും ഒരുപോലെ കളറ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ രണ്ട് കണ്ണും ഡിഫറെൻ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇനി ഐലൈനറിന് ഞാനൊരു ജെൽ ഐലൈനറാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു ലൈൻ വേണ്ടായിരുന്നു. ഞാൻ ലൈൻ ചെയ്യാതെ ജസ്റ്റ് അവിടെ ഒരു ഷെയ്ഡ് കൊടുക്കൊരു ജസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ലൈൻ ചെയ്യുന്ന ഭാഗത്ത് ഒരു ലൈനായിട്ട് കിടക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഐലൈനർ എഴുതിയിട്ടുണ്ടായിരുന്നത്. രണ്ട് കണ്ണിലും എന്തായാലും നമ്മൾ രണ്ട് കണ്ണിലും ഒരുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാൻ യൂറോ പാരീസിൻ്റെ 54 ഐലാഷാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐലാഷ് വെക്കാനും എൻ്റെ സിസ്റ്റർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ എൻ്റെ വർക്കിന് ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്, എനിക്ക് വീഡിയോ എടുത്ത് തരാനും അങ്ങനെയൊക്കെ. അപ്പോൾ കണ്ടും എന്നെ ഹെൽപ്പ് ചെയ്തൊക്കെ അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് എനിക്ക് വേറെ ഹെൽപ്പർ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇതായിരുന്നു ഐ മേക്കപ്പ്. മുകളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. താഴെ ഞാൻ ആഫ്റ്റർ ഫൗണ്ടേഷനൊക്കെ ഇട്ടതിന് ശേഷമാണ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫേസിൽ വളരെ വലുതായിട്ട് കറക്ഷനൊന്നും വേണ്ടിയിരുന്നില്ല. ചെറുതായിട്ടുള്ള കറക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് ഓറഞ്ച് കറക്റ്റർ കൊടുക്കാറില്ല. ഞാൻ ഓറഞ്ച് പ്ലസ് നമ്മുടെ സെയിം ടോൺ കറക്റ്റർ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ഓൾമോസ്റ്റ് ബ്രൈഡ്സിനും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ കവിളിലും കണ്ണിൻ്റെ താഴെയൊക്കെ വളരെ കുറച്ച് ഡാർക്ക് കളർ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കവിളിൽ ഇച്ചിരി ഡാർക്ക് സ്പോട്ടുകളുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് കവർ ചെയ്തു. ഇനി ഫൗണ്ടേഷൻ ഞാൻ അഫ്ലറൈസയുടെ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലെൻഡിങ്ങിൻ്റെ കാണിക്കാനൊന്നും വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. കാരണം എനിക്ക് ക്യാമറയിൽ നോക്കിയിട്ട് കയ്യിൽ മിറർ വെച്ച് ചെയ്യുന്നത് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. സോ ഞാൻ ഇടയ്ക്ക് എണീറ്റ് പോയിട്ട് മിററിൽ നോക്കിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ നല്ല വീഡിയോസൊന്നും കിട്ടിയില്ല. ആൻഡ് ഞാനൊരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്തു. ഫൗണ്ടേഷനും ഞാൻ വളരെ ലൈറ്റായിട്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനിടയ്ക്ക് ഞാൻ പൗഡർ വെച്ചിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഞാൻ ബ്ലഷ് യൂസ് ചെയ്തു. ഞാൻ കോണ്ടോർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം ഫാറ്റി ആയിട്ടുള്ള ഫേസാണ്, പക്ഷെ ഞാൻ കോണ്ടോർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ബ്ലഷ് കൊടുത്തു ആൻഡ് ഹൈലൈറ്റർ കൊടുത്തു. ഹൈലൈറ്റർ
മൂക്കിൻ്റെ മുകളിൽ അതുപോലെ ഫോർഹെഡിൽ ടീ സോണിൽ ഫേസിൽ ടീ സോണിൽ കൊടുത്തു. അതുപോലെ നേരത്തെ നമ്മൾ കൺസീലർ ലൈറ്റ് ഷെയ്ഡ് ഐബ്രോ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെയും നന്നായിട്ട് ഹൈലൈറ്റർ കൊടുത്തു. ദെൻ ഐ മേക്കപ്പ് ഞാൻ താഴെ നമ്മുടെ മുകളിൽ കൊടുത്തിട്ടുള്ള സെയിം ഷെയ്ഡ് ഐ ഷാഡോ തന്നെയാണ് കൊടുത്തത്. ആൻഡ് ഫൈനലായിട്ടൊരു പൊട്ട് ഒഴിച്ചു, ലിപ്സ്റ്റിക്കും കൊടുത്തു. ലിപ്സ്റ്റിക്ക് ഞാൻ ഡാർക്ക് റെഡ് കളർ ലിപ്സ്റ്റിക് ആയിരുന്നു. ദെൻ ഫൈനലായിട്ട് PACയുടെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നന്നായിട്ട് ഫേസ് സെറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. എൻ്റെ ഫേസ് മേക്കപ്പ് ഇങ്ങനെയായിരുന്നു. കംപ്ലീറ്റ് ലുക്ക് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ലോങ് ആയിട്ടുള്ള. ഞാൻ ഒത്തിരി മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് കംപ്ലീറ്റ് ലുക്ക് പോലും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ബട്ട് നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യും. Thank you for watching.